16-കാരിയെ പീഡിപ്പിച്ച് കേസ് അട്ടിമറിച്ച സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് ആഭ്യന്തര വകുപ്പിന് ശുപാർശ. തിരുവല്ല ഡിവൈഎസ്പി നന്ദകുമാർ, ആറന്മുള SHO പ്രവീൺ എന്നിവരെ സസ്പെൻഡ് ചെയ്യാനാണ് ശുപാർശ. AV ജയശങ്കർ പത്തനംതിട്ട ചെയ്യുന്നത്. ജയശങ്കർ, ഹൈക്കോടതി അഭിഭാഷകൻ പ്രതിയായ കേസാണ്. ഇതിൽ SP അടക്കം എതിരെ ആരോപണം ഉയർന്നിരുന്നു. SP കാര്യത്തിൽ എന്താണ് തീരുമാനം? എന്താണ് പുതിയ നടപടി? അതായത് സുഹേൽ, ഹൈക്കോടതി അഭിഭാഷകനായ നൌഷാദ് തോട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഗുരുതര വീഴ്ച വരുത്തിയെന്നാണ് തിരുവല്ല DYSP നന്ദകുമാറിനെതിരെയും ഒപ്പം തന്നെ ആറന്മുള CIക്കെതിരെയും ഒക്കെയുള്ള നടപടിക്ക് ശുപാർശയായി കാരണമായി കണക്കാക്കപ്പെടുന്നത്. ശക്തമായ നടപടി വേണമെന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ ശുപാർശയിൽ പറയുന്നത്. പോലീസിന്റെ അന്തസ്സിന് തന്നെ കളങ്കപ്പെടുന്ന രീതിയിൽ കേസ് ഈ ഉദ്യോഗസ്ഥർ അട്ടിമറിച്ചു. ഉദ്യോഗസ്ഥർക്കെതിരെ പ്രത്യേക അന്വേഷണത്തിനൊരു നിർദ്ദേശമുണ്ട്. ചൈത്ര തെരേസ ജോണിനാണ് ഈ അന്വേഷണ ചുമതല നിലവിൽ നൽകിയിരിക്കുന്നത്. ഇതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം കേസ് അട്ടിമറിച്ചുമായി ബന്ധപ്പെട്ട് കോന്നി DYSP ആയിരുന്ന രാജപ്പൻ റാവുത്തറയും CI ശ്രീജിത്തിനെയും സസ്പെൻഡ് ചെയ്തിരുന്നു. ഒപ്പം തന്നെ പത്തനംതിട്ട CWC ചെയർമാനും സംഭവവുമായി ബന്ധപ്പെട്ട പദവി തെറിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നാലും 16 വയസ്സുകാരിയെ അതിക്രൂരമായി പീഡനത്തിന് ഇരയാക്കിയ സംഭവത്തിലാണ് ഇപ്പോൾ എന്തായാലും ആഭ്യന്തര വകുപ്പ് പോലീസിനെതിരെ DYSP ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു നടപടിക്ക് ശുപാർശ ചെയ്തിരിക്കുന്നത്. അന്വേഷണത്തിന് ശേഷം അധികം വൈകാതെ ഉദ്യോഗസ്ഥർക്കെതിരെ മാതൃകാപരമായ നടപടി ഉണ്ടാകുമെന്നാണ് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട ഹോം ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട സോഴ്സുകൾ നിലവിൽ നൽകുന്ന വിവരം. സുഹേൽ, നേരത്തെ ഈ കേസും ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നപ്പോൾ അന്നത്തെ SP ആയിരുന്ന ഒരാൾക്കെതിരെയും ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. SP കാര്യത്തിൽ ഇത്തരത്തിൽ എന്തെങ്കിലും ആഭ്യന്തര അന്വേഷണത്തിന് സാധ്യതയുണ്ടോ? ആഭ്യന്തര നടപടിക്ക് സാധ്യതയുണ്ടോ? അതായത് സുഹേൽ, മുമ്പ് റേഞ്ച് DIG അജിത ബീഗം നൽകിയ റിപ്പോർട്ടിൽ ഗുരുതര പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. അതായത് അന്നത്തെ SP വിനോദ് കുമാർ ഈ പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ചു ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ നിലനിന്നിരുന്നു. ഒപ്പം തന്നെ ഈ സസ്പെൻഷൻ, ഈ രാജപ്പൻ റാവുത്തറുടെയും ഒപ്പം തന്നെ അന്നത്തെ SHO യുടെയും സസ്പെൻഷൻ ഉത്തരവിലും സമാനമായ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു ഈ വിഷയത്തിൽ. പക്ഷേ അന്നത്തെ പത്തനംതിട്ട SP ഇന്ന് AIG ആണ്. പോലീസ് ആസ്ഥാനത്ത് ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥനാണ്. ഈ ഉദ്യോഗസ്ഥനെതിരെ ഒരു തരത്തിലുള്ള നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ നിർദ്ദേശവും ഈ റിപ്പോർട്ടൊക്കെ പോയതിനു ശേഷമാണ് അദ്ദേഹത്തെ പത്തനംതിട്ടയിൽ നിന്നൊരു പ്രമോഷന് തുല്യമായ പദവിയിൽ ലോ ആൻഡ് ഓർഡർ ചുമതല നൽകി തലസ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഉദ്യോഗസ്ഥനെതിരെ നിലവിൽ നടപടിക്കുള്ള ശുപാർശയോ സാഹചര്യമോ ഒന്നും ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ തിരുവല്ല DYSP നന്ദകുമാറിനെതിരെയും ഒപ്പം തന്നെ ആറന്മുള SHO പ്രവീണിനെതിരെയും നടപടി ഉണ്ടാകുമെന്നാണ് നിലവിൽ ലഭ്യമായ പോക്സോ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചെന്ന ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നു. 2 ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് സാധ്യത. ആഭ്യന്തര വകുപ്പ് റിപ്പോർട്ട് നൽകി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.